മീൻ കറിയും ഞാനും തമ്മിൽ. അതെന്താ അങ്ങനെ ഒരു പേര് കൊടുത്തതെന്ന് എല്ലാവരും ചിന്തിക്കേണ്ടാവും. മീൻ കറിയും ഞാനും. മീൻ കറി എൻ്റെ ജീവിതത്തിൽ ഒരു ഭക്ഷണം മാത്രമല്ല, ഓർമ്മകളും മണവും രുചിയും വീടിൻ്റെ ചൂടും നിറഞ്ഞ ഒരു കാലത്തിൻ്റെ ഓർമ്മകളാണ്. ഈ കഥ ഒരിക്കൽ തുടങ്ങിയതല്ല, എൻ്റെ ബാല്യകാലം മുതൽ. എൻ്റെ അച്ഛന് മീൻ കച്ചവടമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഓർമ്മകൾക്കും ഏറ്റവും കഠിനമായ പഠനങ്ങൾക്കും ഇടയിലൊരു പാലം. അതാണ് അച്ഛൻ്റെ മീൻ കച്ചവടം. പുലർച്ചെ 2:30 മണി, അച്ഛൻ്റെ ലോകം ആരംഭിക്കുന്ന സമയം. ലോകം സ്വപ്നത്തിലാഴുന്ന സമയത്ത് അച്ഛൻ മീൻ കച്ചവടത്തിന് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാകും. നേരത്തെ ഒരുക്കി വെച്ച സൈക്കിളിൽ അമ്മ തയ്യാറാക്കിയ ചായയും ദോശയും കഴിച്ച് അച്ഛൻ ജോലിക്കായി ഇറങ്ങും. ഇപ്പോഴത് തുടരുന്നു. ഞങ്ങൾ പഠിക്കാൻ നേരത്തെ എഴുന്നേൽക്കുന്നത് അച്ഛൻ്റെ വിളിയിലൂടെയാണ്. ഞങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് അച്ഛൻ മാർക്കറ്റിൽ നിന്ന് മീൻ കൊണ്ടുവരുന്ന കാഴ്ചയില്ലേ, ഒത്തിരി കണ്ണ് നിറയ്ക്കണതാണ് കേട്ടോ. എന്താ, ചീറിപ്പായുന്ന വണ്ടികൾക്കിടയിലൂടെ സൈക്കിളിൽ മീൻ കൊണ്ടുവരുന്നത് ആരെയും വേദനിപ്പിക്കും. എനിക്കത് കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. പക്ഷെ അച്ഛനൊരു ചെറിയ പുഞ്ചിരിയോടെ നമ്മളെ കണ്ട് ചിരിച്ചിട്ട് അങ്ങോട്ട് പോകും. എനിക്ക് മീൻ ഭക്ഷണം മാത്രമല്ല കേട്ടോ, അച്ഛൻ്റെ കഠിനാധ്വാനത്തിൻ്റെ, അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മകളെല്ലാമാണ്. ഞങ്ങളുടെ വീട്ടിൽ അച്ഛന് മാത്രമല്ല കേട്ടോ മീൻ കച്ചവടം. അച്ഛന്, എൻ്റെ ചെറിയച്ഛന്മാർക്ക് 2 പേർക്ക്, പിന്നെ മാമന്മാരിൽ ഒരാൾക്ക് മീൻ കച്ചവടം തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ എല്ലാവരും മീൻ കച്ചവടത്തിൻ്റെ ഫാമിലി ആയിട്ട് തന്നെ അറിയപ്പെടുന്നത്. അച്ഛൻ ഒരു ദിവസം പോലും മുടങ്ങില്ല, അത്ര ഇഷ്ടമാണ് കേട്ടോ ആ ജോലിയോട്. ഇപ്പോഴും അച്ഛൻ ആ ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛന് ചെറിയൊരു ആക്സിഡൻറ്റും ഉണ്ടായി. അപ്പോൾ അതിന് ശേഷം അച്ഛൻ കുറച്ച് മീനൊക്കെ എടുക്കുള്ളൂ, എന്നാലും ഇപ്പോഴും തുടരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മളിപ്പോൾ സ്ഥിര വരുമാനം, അതായത് നമ്മൾ ദിവസവേതനക്കാരനായ ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ജോലിക്ക് പോകാൻ സാധിക്കാതെ വരുമ്പോൾ ഉള്ള അവസ്ഥയുണ്ടല്ലോ, അതായത് ഫണ്ട് പെട്ടെന്ന് നമുക്ക് ഫിനാൻഷ്യലി ഫണ്ടൊന്നും കിട്ടാത്തൊരവസ്ഥ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ശരിക്കും പഠിക്കണ കുട്ടികളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്തത് അമ്മയ്ക്ക് തയ്യലും സാരി ഡിസൈനിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കപ്പോൾ വലിയ ബാധിക്കാണ്ടിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്താണ് നമുക്കൊരു സ്ഥിര വരുമാനമുള്ളൊരു ജോലി വേണം. നമ്മളൊരു ദിവസം ലീവ് എടുത്താലും, അല്ലെങ്കിൽ ഒരു മാസം ലീവ് എടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാലും നമുക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിൽ എന്നുള്ള മട്ടിലാണ്ട് പിന്നെ പഠിച്ചത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പോൾ തുടങ്ങിയ ഒരു ജോലി വേണം. ഈ ഒരു ഗവൺമെൻറ് ജോലിക്കാർ എന്തെങ്കിലും സ്ഥിര വരുമാനമൊക്കെ ഉള്ളവരെ കാണുമ്പോൾ അവരെ പോലെ ആവണം. അതിനനുസരിച്ചാണ് പിന്നെ പഠിക്കലൊക്കെ തുടങ്ങിയത്. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. കല്യാണത്തിന് മുമ്പ് തന്നെ ജോലി കിട്ടി. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോണു. ഈ കാട് കയറി തോന്നണല്ലേ. ഇതിപ്പോൾ മീൻ കറി വയ്ക്കുമ്പോൾ എല്ലാവർക്കും മീൻ കറി വയ്ക്കാൻ അറിയാം, പക്ഷെ എനിക്ക് മീനുമായിട്ട് അത്ര കണ്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ മീൻ അതുകൂടാണ്ട് എൻ്റെ ഉള്ളിൽ ഇത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മ വയ്ക്കണ മീൻ കറി. ഈ പാല് പിഴിഞ്ഞ് വയ്ക്കണതും തേങ്ങാപ്പാലിലാണ് ഇവിടെ വയ്ക്കണേ. ഇവിടെ വന്നേ പിന്നെയാണ് കേട്ടോ വറ്റിക്കണത് വച്ചേക്കണേ. അദ്രീനെ പ്രഗ്നൻ്റ് ആണെന്നപ്പോൾ എനിക്ക് മീനിനോട് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. ചിലവർക്ക് ആ സമയത്ത് മീൻ ഒട്ടും കാണില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അത്ര കണ്ട് ഇഷ്ടം എന്ന് പറയില്ല, അത്രയാണ്. മീനിവിടെ എൻ്റെ ചേട്ടൻ സഹായിച്ചു തരും കേട്ടോ മീൻ നന്നാക്കാനൊക്കെ. പിന്നെ അവിടെ വീട്ടിലത് അച്ഛനും ഞങ്ങൾ സഹായിക്കാറുണ്ടായിരുന്നു. അച്ഛനും വലിയ വലിയ മീനൊക്കെ അച്ഛനാണ് നന്നാക്കാറ്. ഇവിടെ പിന്നെ ഞങ്ങൾ പുറമേ നിന്ന് നന്നാക്കിയത് വാങ്ങാനും കിട്ടുമല്ലോ. അങ്ങനെ മീൻ എന്നെ എൻ്റെ അച്ഛനെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ അധ്വാനം, സ്നേഹം, കണ്ണിലെ വിശ്വാസം എല്ലാം അതിലുണ്ട് കേട്ടോ. മീൻ കാണുമ്പോൾ ഒക്കെ എനിക്ക് വീടാണ് പെട്ടെന്ന് ഓർമ്മ വരാറ്. അതുകൊണ്ട് ഞാനും മീനും തമ്മിലുള്ള ബന്ധം ഭക്ഷണ ബന്ധം മാത്രമല്ല കേട്ടോ, അത് ജീവിത ബന്ധമാണ്. ഇവിടെ അദ്രിക്കും വലിയ ഇഷ്ടം തന്നെയാണ് കേട്ടോ മീൻ കറിയിലെ മീനൊക്കെ കഴിക്കും. വറുത്ത് തന്നെ വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ അദ്രിയും മീനിൻ്റെ വലിയ ഫാനാണ്. അച്ഛൻ മീനൊക്കെ പോകുമ്പോൾ അത്ര ഫണ്ട്, ഇപ്പോൾ നമുക്ക് മീനിൻ്റെ വില കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ മീനില്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ട്രഗിൾ ചെയ്തേക്കണ സമയങ്ങളും ഉണ്ട്. പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് ജീവിച്ച ഞങ്ങളുടെ ഫാമിലി, ഇപ്പം എൻ്റെ വീട് മാത്രമല്ല, എൻ്റെ അച്ഛനും എല്ലാവരും. അതുകൊണ്ട് തന്നെ എനിക്ക് മീനിനോട് അത്ര കണ്ട് ഇഷ്ടമാണ്. എൻ്റെ ആത്മാവാണെന്ന് പറയേണ്ടി വരും. തമാശയായിട്ട് ആർക്കും തോന്നണ്ട കേട്ടോ. മീനിൻ്റെ മണത്തിൽ എൻ്റെ ബാല്യം ജീവിക്കുന്നുണ്ട്. മീനിൻ്റെ ചുവപ്പിൽ അച്ഛൻ്റെ ചൂടുണ്ട്. മീനിൻ്റെ രുചിയിൽ എൻ്റെ ഉള്ളിലൊരു സമുദ്രമുണ്ട്. അച്ഛൻ്റെ സമുദ്രം, എൻ്റെ സമുദ്രം. ഇത് ഞങ്ങളുടെ കഥയാണ് കേട്ടോ. ഈ മീൻ കറി വെച്ചതിലൂടെ ഞാൻ വീണ്ടും എൻ്റെ ബാല്യകാലവും എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എല്ലാം ഓർത്തു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ പിന്നെ കാണാം.
ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.